राधा माधवा कुंज बिहारी कुंज बिहारी जनवल्लभा
जयों विष्णुपाद परमहंस परिव्राजाचार्य अष्टोत्तर सदस्वी श्रीमद द्रवेंद्रे सभै शरणारविंद भक्ति वेदांत स्वामी श्री प्रभुपाद की इस्कॉन फाउंडर आचार्य श्री प्रभुपाद की अनंत कोटि वैष्णव वृंद की प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवासादि गौर भक्तवृंद की नामाचार्य श्री हरिदास ठाकुर की श्री प्रभुपाद की प्रभुपाद अनुग्रह की सामवेद भक्तवृंद की निताय गौर प्रेमानंद और गौरी से समस्त all glories is in the glories, all glories is in the glories, all glories are glories are glories to Shri Shri Guru Govinda. Om Namo Bhagavate Vasudevaya. 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 Narayanam Namaskrityam Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudiraye Nashtaprayeshu Abhadreshu Nittim Bhagavata Sevaya Bhagavati Uttama Shloke Bhaktir Bhavati Naishtiki. Reading from Srimad Bhagavatam, Canto 3, Chapter 25, Text 21. तितिक्षवः कारुणिकः सुहृदः सर्वदेहिनाम् अजातशत्रवः शान्ताः साधवः साधुभूषणाः. Please repeat. तितिक्षवः कारुणिकः Tidikshava Karunika सुहृदः सर्वदेहिनाम् Sutta Sarvadehina अजातशत्रवः शान्ताः Jatashatravashana साधवः साधुभूषणाः. Sadhubhushana तितिक्षवः कारुणिकाः Tidikshava Karunika सुहृदः सर्वदेहिनाम् Sutta Sarvadehina अजातशत्रवः शान्ताः Jatashatravashana साधवः साधुभूषणाः. Sadhubhushana Not repeating the shloka. Okay. Tidikshava Karunika Sutta Sarvadehina Ajatashatravashanta Sadhava Sadhubhushana Tidikshava Karunika Sutta Sarvadehina Ajatashatravashanta Sadhava Sadhubhushana. कीर्तन भावार्थम श्रील प्रभुपाद की जय. സഹിഷ്ണുത, കാരുണ്യം, സകല ജീവികളോടും സൗഹൃദം ഇവ സാധുക്കളുടെ ലക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളവന് ശത്രുക്കൾ ഉണ്ടാവില്ല. അവൻ സമാധാനപൂർണനായിരിക്കും. വേദശാസ്ത്രങ്ങളെ അനുസരിക്കുന്ന അവന്റെ സ്വഭാവം ഉദാത്തമായിരിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ. മുകളിൽ വിവരിച്ച പോലെയുള്ള സാധു ഭഗവാന്റെ ഭക്തനായിരിക്കും.
അതിനാൽ ജനങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് ഉയർത്തുകയാണ് അവന്റെ ദൗത്യം. അതവന്റെ കാരുണ്യമാകും. ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യാത്ത മനുഷ്യജീവിതം വ്യർത്ഥമാകുമെന്ന് അവനറിയാം. ഒരു ഭക്തൻ രാജ്യത്തുടനീളം വീട് വീടാന്തരം കയറി ഇങ്ങനെ പ്രഭാഷിക്കുന്നു: കൃഷ്ണാബോധമുള്ളവരാകും, ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരാകും. മൃഗീയ പ്രവണതകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വെറുതെ നശിപ്പിക്കാതിരിക്കും. ആത്മസാക്ഷാത്കാരത്തിന് അഥവാ കൃഷ്ണാബോധത്തിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യജീവിതം. ഒരു സാധുവിന്റെ പ്രഭാഷണം വിധത്തിലായിരിക്കും. അവൻ സ്വന്തം മോചനം കൊണ്ട് മാത്രം സംതൃപ്തനാകുന്നില്ല. അവൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നു. പതിതാത്മാക്കളുടെ മേൽ അവന് അങ്ങേയറ്റം സഹതാപമാണ്. പ്രഭാഷണ പ്രവർത്തനങ്ങളിൽ മുഴുകി അലയുമ്പോൾ അനവധി പ്രതികൂല ഘടകങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിനാൽ സാധു സദാ അങ്ങേയറ്റം സഹനശേഷി ഉള്ളവനായിരിക്കണം. ബദ്ധാത്മാവുകൾ ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരായതിനാൽ അവരിൽ പലരിൽ നിന്നും ശല്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ബദ്ധാത്മാവുകൾ ഭക്തിയുത സേവനം ഇഷ്ടപ്പെടുകയില്ല. അതാണ് അവരുടെ രോഗം. സാധുവിന് അവരുടെ മേൽ കൃഷ്ണാബോധത്തിന്റെ പ്രാധാന്യം പതിപ്പിക്കുവാൻ കൃതജ്ഞത കിട്ടാത്ത ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ഭക്തന്മാർ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുക പോലും ചെയ്യും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഹരിദാസ് ഠാക്കൂർ 22 ചന്തസ്ഥലങ്ങളിൽ ചൂരൽ കൊണ്ട് പ്രഹരിക്കപ്പെട്ടു. ചൈതന്യ ഭഗവാന്റെ മുഖ്യശിഷ്യൻ നിത്യാനന്ദ ജഗായിയാലും മധായിയാലും നിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ടു. എന്നിട്ടും അവർ സഹിഷ്ണുത കൈവിട്ടില്ല, കാരുണ്യവും കൈവെടിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ പതിതാത്മാക്കളെ ഉയർത്തുകയായിരുന്നു അവരുടെ ദൗത്യം. സഹനശേഷിയും പതിതാത്മാക്കളോടുള്ള ദയാലുതയുമാണ് സാധുവിന്റെ പ്രധാന യോഗ്യതകളിലൊന്ന്. സകല ജീവസത്തുക്കളുടെയും അഭ്യുദയകാംക്ഷയായതിനാൽ അവൻ പരമ ദയാലുവായിരുന്നു. മനുഷ്യ സമൂഹത്തിന്റെ മാത്രമല്ല, മൃഗസമൂഹത്തിന്റെയും ക്ഷേമകാംക്ഷയാണ് സാധു. ഇവിടെ പറഞ്ഞിട്ടുള്ള സർവ്വദേഹിനാം എന്ന പദത്തിന്റെ അർത്ഥം ഭൗതികദേഹം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ജീവസത്തുക്കളുടെയും എന്നാണ്. മനുഷ്യജീവികൾക്ക് മാത്രമല്ല, നായ്ക്കളെയും പൂച്ചകളെയും പോലുള്ള മറ്റു ജീവസത്തുക്കൾക്കും ഭൗതിക ശരീരങ്ങളുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർ എല്ലാ ജീവസത്തുക്കളോടും, പൂച്ചകൾ, നായ്ക്കൾ, വൃക്ഷങ്ങൾ തുടങ്ങിയവയോട് കാരുണ്യമുള്ളവയാണ്. അവൻ എല്ലാ ജീവസത്തുക്കളോടും അങ്ങനെ പെരുമാറുന്നത് മൂലം അവയ്ക്കും ഭൗതിക ബന്ധനത്തിൽ നിന്ന് ആത്യന്തികമായി മോചനം നേടാൻ കഴിയും. ചൈതന്യ ഭഗവാന്റെ ഒരു ശിഷ്യനായിരുന്ന ശിവാനന്ദ സേന ഒരു നായയോട് അതീന്ദ്രിയമായി പെരുമാറിയതിന് അതിന് മോചനം നൽകിയിട്ടുണ്ട്. ഒരു സാധുവിനോടുള്ള സഹവാസത്തിൽ നിരവധി ശ്വാനന്മാർക്ക് അതേപോലെ മോചനം ലഭിച്ച സംഭവങ്ങളുണ്ട്. എല്ലാ ജീവസത്തുക്കളുടെയും അനുഗ്രഹത്തിനു വേണ്ടി അത്യുന്നതമായ പരോപകാര പ്രവർത്തനങ്ങൾ നടത്തുന്നവനാകിയാൽ ഒരു സാധുവിന് ശ്വാനനെ പോലും മോചിതനാക്കാൻ സാധിക്കും. എന്നിട്ടും ആരോടും ഒരു ശത്രുത ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിനും ശത്രുക്കളെ സൃഷ്ടിക്കുന്ന കൃതജ്ഞതാഹീനയാണ് ഭൗതിക രോഗം. ഒരു ശത്രുവും മിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പെരുമാറ്റത്തിലെ വ്യത്യാസമാണ്. ഒരു സാധു എല്ലാ ബുദ്ധാത്മാക്കളോടും അവയുടെ ഭൗതികമായ കുരുക്കുകളിൽ നിന്ന് ഉള്ള ആത്യന്തിക മോചനം ലക്ഷ്യമാക്കി ഇടപെടും. അതുകൊണ്ട് ഒരു ബദ്ധാത്മാവിനെ മുക്തനാക്കാൻ ഒരു സാധുവിനോളം മിത്രഭാവമുള്ള മറ്റൊരാളുണ്ടാവില്ല. ഒരു സാധു സദാ ശാന്തനായിരിക്കും. അവൻ സൗമ്യനും സ്വസ്ഥനുമായി ശാസ്ത്രതത്വങ്ങളെ അനുധാവനം ചെയ്യും. ഒരേ സമയം ശാസ്ത്രതത്വങ്ങളെ പിന്തുടരുന്നവനും ഭഗവാന്റെ ഭക്തനായിരിക്കുന്നവനുമാണ് സാധു. വാസ്തവത്തിൽ ശാസ്ത്രതത്വങ്ങൾ പിന്തുടരുന്ന ഒരുവന് ഭഗവാന്റെ ഭക്തനായേ തീരും. കാരണം എല്ലാ ശാസ്ത്രങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആജ്ഞകൾ പാലിക്കാനാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. സാധു അതുകൊണ്ട് ശാസ്ത്രാനുശാസനങ്ങളുടെ അനുഗാമിയും ഭഗവാന്റെ ഭക്തനുമാകുന്നു. ഈ സവിശേഷതകളെല്ലാം ഒരു ഭക്തനിൽ പ്രമുഖമായിരിക്കും. ഭക്തൻ ദേവന്മാർക്ക് സമാനമായ സദ്ഗുണങ്ങൾ വികസിപ്പിക്കുമ്പോൾ അഭക്തൻ വിദ്യാഭ്യാസപരമായ യോഗ്യതയുള്ളവനാണെങ്കിൽ പോലും അതീന്ദ്രിയ സാക്ഷാത്കാര നിലവാരപ്രകാരം നല്ല ഗുണങ്ങളോ നല്ല സ്വഭാവമോ ഉള്ളവനായിരിക്കുകയില്ല. ഓം തത്സത്വം അജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനാമേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി വിചാരിണി
निर्विशेष शून्यवादी पाश्चात्य देशकारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे. സാധു എന്ന് പറഞ്ഞ ഭക്തനാണ്, ഭക്തൻ എന്ന് പറഞ്ഞ സാധുവാണ് എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സാധാരണമായിട്ട് നമ്മൾ സാധു എന്ന് പറയുന്ന ആ വേർഡ് വിധവിധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അയാൾ പാവമാണ്, സാധു, അയാളൊന്നും അറിയില്ല, സാധുവാണ്. കൊളോക്കിയൽ യൂസിൽ നമ്മൾ അയാൾ ഒന്നും അറിയില്ലെങ്കിൽ ഒരു മൂഢനാണെങ്കിൽ അയാൾ സാധു. അയാളെ ബുദ്ധിയില്ല, അയാൾക്ക് കാശ് ഉണ്ടാക്കാൻ സാധിക്കില്ല, മെഡിക്കൽ അല്ല, സാധുവാണ്. അയാളെ ഒരു മുക്കിലൊന്നും ജപിച്ചോണ്ടി, അയാൾക്ക് ഒന്നും അറിയില്ല, സാധുവാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ വേറെ ഒന്നിനും നിങ്ങൾ സഫലമായിരുന്നത് സാധിക്കുള്ളൂ, ബെസ്റ്റാണ്. അതാണ് ആശ്രമത്തിൽ അൺസക്സസ്ഫുൾ പീപ്പിൾ എല്ലാം ആശ്രമത്തിൽ ചെയ്യും. അവർ സാധുക്കളാണ്. അവർക്ക് ഈ ഭൗതിക ജീവിതത്തിൽ സഫലമാകാൻ സാധിക്കില്ല. എന്തെടുത്തെങ്കിലും അവർക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല, ജോലി എടുക്കാൻ സാധിക്കില്ല, കാശ് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല, പഠിപ്പ് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആശ്രമത്തിൽ ചേർന്നോളൂ, സാധുവാണ്. ഇതെല്ലാം അതിൻ്റെ അർത്ഥം. സാധു എന്ന് പറഞ്ഞാൽ മൂഢനല്ല, സാധു എന്ന് പറഞ്ഞാൽ അതിബുദ്ധിശാലി. അതാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവത്തിൽ. സാധു എന്ന് പറഞ്ഞാൽ, ഭക്തൻ എന്ന് പറഞ്ഞാൽ വലിയ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാരിയറാണ്. അതിൽ കാരിയറില്ല. എന്തോ ഒരു ബുക്കിൽ എന്തോ ഹരിരാമ ഹരീശ്വരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ഒരു വിധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നില്ല. പാവം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കുറച്ച് ഡൊണേഷൻ കൊടുക്കട്ടെ, അവിടെ ഞാൻ വലിയ സക്സസ്ഫുൾ ആണ്, കുറച്ച് ഡൊണേഷൻ. ഇങ്ങനെയാണ് സൈക്കോളജി, ആൾക്കാരുടെ സൈക്കോളജി. പക്ഷേ ഭാഗവതത്തിൽ പറയുന്ന സാധു വേറെയാണ്. ഇന്ത്യയിലെ പലവിധമായിട്ടുള്ള സാധുക്കൾ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റും. പ്രഭുപാദ് തന്നെ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ എൻ്റെ എനിക്ക് ഇഷ്ടംപോലെ സാധുവിനെ വിളിച്ചു. എൻ്റെ അച്ഛൻ എപ്പോഴും ആ സാധു ഈ സാധുവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. ഞാൻ കേട്ടു ചില സാധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് ഗഞ്ച ചോദിക്കും. പ്രഭുപാദിൻ്റെ അച്ഛനൊക്കെ ഗഞ്ച ഒടിക്കുന്ന സാധു, ഗഞ്ച അടിക്കുന്ന സാധു, ബീഡി ഇരിക്കുന്ന സാധു നമ്മൾ കാണാൻ പറ്റും. അമ്പലത്തിൽ നിന്നൊക്കെ കാവ്യ വസ്ത്രമൊക്കെ ഇട്ടുണ്ട്, നന്നായിട്ട് നാമങ്ങളൊക്കെ ഇട്ട് നീറ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ഇടുന്ന കാര്യങ്ങളൊക്കെ പാർത്ത് നിഷ്ഠയായിട്ട് ചെയ്യണം. അതാണ് അവരുടെ ഡെയിലി സാധന. ഡെയിലി സാധന നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരുന്നിട്ട് പിന്നെ ബീഡി ഇരിക്കുക, പിന്നെ അവിടെ ഇരുന്നിട്ട് ഭിക്ഷാം സാധു സേവ എന്ന് പറഞ്ഞിട്ട് കാശ് നോർമലായിട്ട് ജീവിക്കും. വസ്ത്രം മാത്രം. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടി ഇരിക്കില്ല, അതിനെന്ത് വേണ്ടി ചെയ്തിട്ട് സാധുക്കൾ. ആക്ച്വലായിട്ട് സാധു ആരാണ്? സാധു ഭൂഷണ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, ആ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഗുണങ്ങളൊക്കെ ഉണ്ട്. 26 qualities of a devotee Chaitanya Charitamrita എടുക്കാം. വാട്ട് ആർ ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് എ ഡിവോട്ടി? വലിയ ഉത്തമമായിട്ടുള്ള ക്വാളിറ്റീസാണ്. ഭക്തന്മാരിന് യസ്യാസ്തി ഭക്തി ഭഗവത്യക്കിഞ്ചന സർവേ ഗുണൈസ്തത്ര സമാസതേ സുരാ ഹരാ അഭക്തസ്യ കുതോ മഹദ്ഗുണ മനോ പ്രതേ നസതി ഭാവതോ ബഹി. ഭാഗവതത്തിൽ പറയുന്നത് ഒരു ഭക്തനായി കഴിഞ്ഞു, ഒരാളൊരു ഭക്തനായ, അതായത് ഭഗവാന്റെ മേലെ ഒരു രതി, ഒരു രാഗം, ഒരു അട്രാക്ഷൻ തോന്നി, ഒരു ഇഷ്ടപ്പെട്ടു, കൃഷ്ണൻ്റെ ഒരു ലീലകളൊക്കെ കേൾക്കുന്ന നന്നായിരിക്കും, രസമായിട്ടുണ്ട്, മറിച്ച് ഒരു നാച്ചുറലായിട്ടൊരു അട്രാക്ഷനാണ്. പിന്നെ അദ്ദേഹത്തിന് ഭഗവാൻ എന്തെങ്കിലും സേവ ചെയ്യണമെന്നൊരു അടുത്ത ഒരു അട്രാക്ഷൻ. ഞാൻ ഒരു ക്ഷേത്രത്തിൽ വരെ ചെന്നിട്ട് അവിടെ ഒരു ഭഗവത്ഗീതൻ്റെ എല്ലാ ശ്ലോകങ്ങളും അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞിട്ട്
ഭഗവാൻ വരുമ്പോൾ ഭഗവാനൊന്ന് കണ്ട് നീ നമസ്കരിക്കുക. ആ ഇതിൽ എനിക്കൊരു വലിയ സന്തോഷം വരും. എന്നെ കഞ്ഞി വെക്കാൻ ആരും എൻ്റെ കൂടെ വരില്ല. എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളത് പതുക്കെ പതുക്കെ അയാളൊരു ഭക്തനാകുന്നുണ്ട്. വളരെ നാച്ചുറലായിട്ടൊരു കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും ഭഗവാനും ഉള്ളൊരു അട്രാക്ഷൻ ഉണ്ടാവും. മമൈവംസ ജീവലോകെ ജീവഭൂത സനാതനാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അട്രാക്ഷൻ ഭഗവാന്റെ കൂടെ പരമതത്വം ഭഗവാൻ കൃഷ്ണൻ അബ്സല്യൂട്ട് ട്രൂത്തിൻ്റെ കൂടെ ഇരിക്കുന്ന അട്രാക്ഷൻ വളരെ നാച്ചുറലാണ്. സാധു എന്ന് പറഞ്ഞാൽ ആ നാച്ചുറലായിട്ടുള്ള അട്രാക്ഷൻ മുകളിലോട്ട് വന്നു. അയാൾക്ക് കൂടുതൽ ആ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. കൂടുതൽ അയാൾ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇത് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കണം, ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കണം, ആ ലീലകളൊക്കെ എനിക്ക് കേൾക്കണം, എനിക്ക് ഹരിനാമം പറയുന്നത് വലിയൊരു ശാന്തി ആനന്ദം കിട്ടുന്നത് എനിക്ക് കുറച്ച് പതുക്കെ തന്നെ അയാൾക്ക് അട്രാക്ഷൻ തോന്നുന്നു. ഇയാളാണ് സാധു. ഒരു ഭക്തനാണ് സാധു, ഒരു സാധുവാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. സാധവോ ഹൃദയം മായം സാധൂനാം ഹൃദയം ത്വഹം മതന്യത്തേന ജാനന്തി. കപിലദേവ് പറയുന്നത് സാധുയുടെ ഹൃദയത്തിൽ എപ്പോഴും ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആ സാധുണ്ട്. മതന്യത്തേന ജാനന്തി, എന്നെ വിട്ട് വേറൊരുമിച്ചാലും അയാൾക്കില്ല. ഇതാണ് സാധുവിന്റെ ഡെഫിനിഷൻ. ഭഗവാനെ തന്നെ. അപ്പോ ഇതൊന്നും വലിയ പാവമാണ്, അയാൾക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് പാവമല്ലാതെ വലിയ കാര്യമാണ്. ഭഗവാനെ കിട്ടുന്ന അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഭഗവാൻ അദ്ദേഹത്തിന്റെ മുകളിൽ കാരുണ്യം കാണിച്ചു. അദ്ദേഹവും ആ കാരുണ്യം കിട്ടിയിട്ട് അദ്ദേഹം മറ്റുള്ള ജീവജാലങ്ങളുടെ മുകളിൽ കാരുണ്യം കാണിക്കുന്ന ആളാണ്. ഇതിൻ്റെയൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഭഗവാന്റെ ഭക്തി മാത്രം മതി, ഭഗവാന്റെ സേവ മാത്രം മതി എന്ന് ഉറപ്പായിട്ട് അയാൾ മനസ്സിലാക്കുന്ന ആളാണ്. വേറെ മറ്റുള്ള കാര്യങ്ങളിലും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. പോയി ത്യജിച്ചു, നാച്ചുറലായിട്ട് ത്യജിച്ചു. നാച്ചുറൽ സാധുവാണ്, ആർട്ടിഫിഷ്യൽ സാധുവല്ല. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അങ്ങനെ ഒരു സാധുവാണ്. ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ജീവിതം ഭഗവാന് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. വിട്ടു. വലിയൊരു ബിസിനസ് ത്യാഗം ചെയ്തു. വീട്ടിലേക്ക് കുട്ടികൾ 5 കുട്ടികളാണ് പ്രഭുപാടുന്നത്. നല്ലൊരു വീട്, നല്ലൊരു ബിസിനസ്, കുടുംബം എല്ലാം ത്യാഗം ചെയ്തു. നിങ്ങളുടെ ആചാര്യൻ ഗുരുനാഥൻ എങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ത്യാഗം ചെയ്ത് സന്യാസം മേടിച്ച് ഉലകം ഫുള്ളായിട്ട് ചെന്ന് കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം എല്ലാവർക്കും കൊടുത്തു. ഹരിനാമം, ഭാഗവതം, ഭഗവത്ഗീത, കൃഷ്ണഭക്തി ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു. ഇതാണ് സാധു. സാധു ഈസ് എ ഡിവോട്ടി. സാധുവായിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ വലിയ പ്രൊസഷനൊക്കെ ചെയ്ത് സാധുവായാൻ സാധിക്കില്ല. അത് സാധുവല്ല. സാധുവായിട്ട് ഞാൻ ഫാദർ ഓഫ് ദ നേഷൻ ഉണ്ടാകാൻ സാധിക്കില്ല. അത് സാധുവല്ല. മെയിൻ ലക്ഷണങ്ങളുടെ സാധു എന്നാൽ വേറെ ഭക്തനാണ്. ഒരു ഗോസ്വാമി പറയുന്നത് ഈ ഇതിലെല്ലാം നമ്മൾ എന്ത് കാണാമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അയാൾ കൃഷ്ണന്റെ ഭക്തൻ. ആ ക്വാളിറ്റിയാണ് മെയിൻ. അവിടെ നിന്ന് മറ്റ ക്വാളിറ്റീസ്, മറ്റ ഗുണങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ദ മെയിൻ ക്വാളിറ്റി ഓഫ് എ സാധു ഈസ് എ ഡിവോട്ടി. ഭക്തനായിരിക്കുന്ന അയാൾ സാധു അല്ല. സാധു വസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ജനങ്ങൾ ഉണ്ടാക്കുന്ന റോൾസ് ആണ് സാധുവിന് വേണ്ടിയിട്ട്. ഓരോ വലിയ ആൾക്കാരും സാധു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ട് പോകും. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊണ്ടും സാധു ഉണ്ടാവും. പക്ഷെ ഇവിടെയാണ് ഡെഫിനിഷൻ, സാധുവിൻ്റെ ഡെഫിനിഷൻ. സാധു എന്ന് പറഞ്ഞാൽ സാധു ഭൂഷണ, ആ ആഭരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡെക്കറേഷൻ ഓഫ് ദ സാധു ആർ ദീസ് ക്വാളിറ്റീസ്. അതിന് മെയിനായിട്ടുള്ള ക്വാളിറ്റി കൃഷ്ണനെ കരുതിയിരുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ചെയ്യുന്ന ആളാണ് സാധു. ഭഗവാന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം. ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് മത്പ്രാണൻ ആത്തസ്തു സായേകനാപരഹ. എനിക്ക് ഭഗവാനില്ലാതെ വേറെ ആരും ഇല്ല, എനിക്കറിയില്ല. ഭഗവാൻ എന്നെ വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ.
അതാണ് ഗതി, കൃഷ്ണഗതി എന്ന് പറയുന്ന ആളാണ് സാധു. അതെല്ലാം ധൈര്യം വേണം നിനക്ക് ഈ ജീവിക്കുന്നെങ്കിൽ. ഭഗവാനോട്ട് ഇങ്ങനെ വിശ്വാസം വെച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ വലിയൊരു ധൈര്യവും ബോൾഡ്നെസ്സും കോൺഫിഡൻസും ആവശ്യമാണ്. അത് ഭക്തിവേദാന്ത സ്വാമി ജീവിച്ച് കാണിച്ചു നമുക്ക്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ വായിച്ചില്ല, നമുക്ക് മനസ്സിലാവും. ഫുൾ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ. പ്രഭുപാദിൻ്റെ പ്രസ്ഥാനത്തിൽ പ്രഭുപാദിൻ്റെ ലക്ഷ്യമായിരുന്നു ഈ സാധുക്കൾ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സാധു കാവ്യവസ്ത്രരുണ്ട, ഒരു ഗൃഹസ്ഥനായിരിക്കാം, ഒരു ഗൃഹസ്ഥിനിയായിരിക്കാം സാധു, ഒരു കുട്ടിയായിരിക്കാം, ചെറിയ കുട്ടി സാധു. പ്രഹ്ലാദൻ സാധുവാണ്. ഭഗവാനെ കുറിച്ചായാലും അയാൾക്ക് ഫുള്ളായിട്ട് വിശ്വാസം. അച്ഛൻ്റെ മുകളിൽ വിശ്വാസമില്ല, ഭഗവാന്റെ മുകളിൽ ഫുൾ വിശ്വാസം. ആ കുട്ടി സാധുവാണ്, 100% സാധു. അതേപോലെ ദേവഭൂതി സാധു, സാധുവാണ്. കുന്തി ദേവി സാധുവാണ്, അർജുനൻ സാധുവാണ്, ഭീമൻ സാധുവാണ്. എന്തിനാ? ഭക്തനാണ്. ഭക്തി ഉത്തമമാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശരണാഗതിയിലേക്കുന്ന ഓരോരോ റോൾസും അവരുടെ ജീവിതത്തിലെ ഒരു ക്ഷത്രിയനായിട്ടും ഒരു സ്ത്രീയായിട്ടും സ്ത്രീയുടെ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭഗവാന്റെ പോലെ വിശ്വാസം. ഇവരെല്ലാം സാധുക്കളാണ്, ഇവരെല്ലാം ഭാഗപ്രകാരം സാധുക്കളാണ്. അപ്പോൾ നമ്മൾ സാധുവാകുന്ന ഈ ഭൗതിക ലോകത്തിൽ അവർ പറയും ഇത് യൂസ്ലെസ് ആണ്. When everything you have tried has failed, you can become sadhu. അപ്പോൾ ഇയാളുടെ ലൈഫിലെ ടോട്ടൽ ഫെയിലിയറാണ്. കാല് ദിവസത്തിൻ്റെ എന്തെങ്കിലും ഒരു ആശ്രമത്തിലിരിക്കുന്ന ആളെ ടോട്ടൽ ഫെയിലിയറാണ്. എന്താ വെച്ചോളൂ കുറച്ച് കാശ്, നിങ്ങളെല്ലാം ഫെയിലിയേഴ്സ് ആണെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഈ കൊള്ളകാണ്. പക്ഷേ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് തുടങ്ങിയ സ്ഥലത്തിൽ സാധുക്കൾ വിധവിധമായിട്ടുള്ള സാധുക്കളാണ്. PhD ചെയ്ത സാധുക്കളുണ്ട്. അവർ ഇന്നും കോളേജിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഇരുന്നിട്ട് അവർ സാധുക്കളാണ്. അവർ സ്റ്റുഡൻസിനോട് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ ഒന്നുമില്ലാത്ത ഒരു സാധാരണമായിട്ടൊരു ജീവൻ അവരും സാധുക്കളായിട്ട് ജീവിക്കുന്നു, ഭഗവാൻ കൃഷ്ണനെ സേവിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇസ്കോണിൽ നിന്ന് പലവിധമായിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ആത്മാക്കൾ കാണാൻ പറ്റും. എല്ലാം സാധുക്കളാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചു ഭഗവാന്റെ സേവ മാത്രമേ ഉള്ളൂ. ഉത്തമ സേവ ഇതാണ്, ബെസ്റ്റ് വെൽഫെയർ ഫോർ ഹ്യൂമൻ കൈൻഡ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജനങ്ങളെ സർവീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധുവായിട്ട് ജനങ്ങളുടെ ഈ ഭഗവത്ഗീതയുടെ ഭാഗവതത്തിൻ്റെ പ്രിൻസിപ്പിൾസും ഉപദേശം കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വെൽഫെയർ ആക്ടിവിറ്റിന് തീരുമാനം ചെയ്യുന്ന ആൾ സാധു. ഈസ് ഡൂയിങ് ദ ബെസ്റ്റ് ആക്ടിവിറ്റി. ആക്ച്വലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം, സ്പെഷ്യൽ ഗ്രാൻഡ് ഫോർ സാധുസ് ഉണ്ടാവണം. അങ്ങനെ ആശ്രമത്തിലിരിക്കുന്നവർ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഉണ്ടാവണം. അങ്ങനെയാണ് ഗവൺമെൻറ് ഭഗവാനെ നടുക്കെടുത്തോണ്ട് വരുന്നത്. സെക്യുലർ റിപ്പബ്ലിക്കാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വിധമായിട്ടുള്ള മതത്തിൻ്റെ എൻകറേജ്മെൻറ്റും ഇല്ല, ഭഗവാനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. ഓരോരുത്തർക്ക് തമ്മിൽ അവർ തന്നെ അവർക്ക് അവാർഡ് കൊടുത്തു. ഈ പത്മഭൂഷൺ, പത്മശ്രീ, ഇതെല്ലാം അവർക്ക് കൊടുത്തു. ഭക്തനൊക്കെ ഒന്നും കൊടുക്കില്ല, സാധുവാണ് ഒന്നും കൊടുക്കില്ല. സാധു പോളിറ്റിക്സിൽ ചേർന്നെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ കാവ്യ വസ്ത്രം ഇട്ടിട്ട് പോളിറ്റിക്സ് ചെയ്യുന്നത് വലിയൊരു ഫാഷനാണ്. അപ്പോൾ അതൊക്കെ ആൾക്കാർ ചെറിയ യൂത്തിനൊക്കെ അങ്ങനെ ഒരു ലക്ഷണമാണ്. ഐ ഓൾസോ വാണ്ട് ടു ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സാധുവുമായിട്ട് ആ പേരും കിട്ടും. എനിക്ക് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ജനങ്ങളുടെ വേണ്ടിയിട്ട് ഞാൻ സർവീസ് ചെയ്യുന്ന അതും കിട്ടും, കാശും കിട്ടും, പൊസിഷനും കിട്ടും, എല്ലാം കിട്ടും. നല്ല ഒരു ഐഡിയ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിന് വളരെ സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റിലീജിയന് മതത്തെല്ലാം മാറ്റിയവർ അത് പൊളിറ്റിക്കലാക്കി അതിന് സ്കോപ്പ് ആ വഴിയായിട്ട് പോളിറ്റിക്സിന് പോയെങ്കിൽ ഇനിയും കൂടുതൽ കിട്ടുന്നുണ്ട്. എല്ലാത്തിനും നശിപ്പിച്ചു. എന്താണ് ആരെങ്കിലുമായിട്ട് നോ പ്രോബ്ലം. ഇത് നശിപ്പിച്ചു. അവർക്ക് മനസ്സിലാവുന്നില്ല ഭഗവത്ഗീത എന്ത് പറഞ്ഞിരിക്കുന്നു. ഈ ദേശത്തിൽ ഇരുന്ന് ഭഗവാൻ ഇവിടെ കുരുക്ഷേത്രത്തിൽ സംസാരിച്ചത് എന്താണ്? മാമേക്കം ശരണം വ്രജ,
മന്മനാഭവം മദ്ഭക്തഃ. പറഞ്ഞില്ലേ ഈ സ്ഥലത്ത് ഭാരതീയ ഭാരത് എന്നൊക്കെ പറയുന്നത്. ഭാരതീയ ഭാരത് എന്ന സാധുക്കളാണ്. ഈ സാധുക്കളുടെ ദേശമാണത്. ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരുടെ ദേശമാണ്. ഇവിടെയാണ് ഭഗവാൻ ഭഗവത്ഗീത സംസാരിച്ചത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തിനും ലോകത്തിന്റെ എല്ലാ സ്ഥലത്തിനും നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടത് ഭഗവത്ഗീത ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. സോഫ്റ്റ്വെയർ അല്ല എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ബീഫല്ല എക്സ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഭഗവത്ഗീത ആണ്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അത് ചെയ്തു. ഏറ്റവും ടോപ്പ് ക്ലാസ് സാധുവാണ്, അത് ചെയ്ത് കാണിച്ചു. ഇതാണ് കാരിയർ. എല്ലാവരുടെ കാരിയർ കമ്പൽസറി ആയിട്ട് ഇതാണ്, മാൻഡേറ്ററി. യു മസ്റ്റ് ബിക്കം സാധു. ഫസ്റ്റ് യു ബിക്കം സാധു, ദെൻ യു ബിക്കം എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ബിസിനസ് മാൻ. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് നീ ജനിക്കുന്നുണ്ടോ, നീ സാധുവാണോ, നീ ഭക്തനാണോ, അങ്ങനെയാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. പിന്നെ ഇന്റർവ്യൂ വന്നാൽ മതി, നിന്ന് പോകുന്നു. ബിക്കോസ് ദിസ് ഇസ് ദ ലാൻഡ് ഫോർ ദാറ്റ്. ദിസ് ഇസ് ദ ലാൻഡ് ഫോർ ദാറ്റ്. ഭഗവാൻ എല്ലാ സ്ഥലത്തിലും പറയുന്നത് ഭഗവത്ഗീത. ഡിവോട്ടി വെരി ഡിയർ ടു മീ 12ാമത്തെ അധ്യായത്തിൽ ഓരോരു ശ്ലോകത്തിലും യോമത് ഭക്ത സമേ പ്രിയ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല ഭഗവാൻ. ഒരു വാല്യൂ ഇല്ല. ഇന്ത്യ ഇസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ സെക്യുലർ റിപ്പബ്ലിക്. ഇറ്റ്സ് നോട്ട് സെക്യുലർ, ഇറ്റ്സ് നോട്ട് റിപ്പബ്ലിക്. ആക്ച്വലി ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ദ ഭഗവത്ഗീത. എവരിബഡി ബിക്കം ഡിവോട്ടി ഓഫ് കൃഷ്ണ. അതാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. ഇന്ത്യ ഈസ് എ follower of Bhagavad Gita. That is what we should say boldly. And it doesn't matter if you are Christian, Muslim, Hindu. It doesn't matter who you are. You must follow these instructions. Become a sadhu. Actually, Prabhupada main idea അതായിരുന്നു. ഉലകത്തിൽ എല്ലാവരെയും സാധുക്കളാക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ബോധം, കൃഷ്ണാവബോധം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്ഥാപന ചെയ്തത്. ആരെയും വന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഈ കൃഷ്ണ കോൺഷ്യസ്നസ് എന്തിനാ ടൈറ്റിൽ എടുത്തിരിക്കുന്നത്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ്നസ് എന്ന് ചോദിക്കും. പിന്നെ എല്ലാവരും വരും. കൃഷ്ണ എന്ന ചില പേര് മാത്രമേ ഉള്ളൂ, കൃഷ്ണഭക്തന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഭുപാദ് തിരിച്ച് പറഞ്ഞു, നോ, ഗോഡ് ഈസ് കൃഷ്ണ, കൃഷ്ണ ഈസ് ഗോഡ്. ഇത് എല്ലാവർക്കും അറിയിട്ടായി. ഇന്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്നസ് ആണ്. കറക്റ്റായിട്ട് നോ, ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. ഗാഡ് കോൺഷ്യസ്നസ് എല്ലാം വന്ന് ഇന്നീ കാലത്തിന് ലെക്ചർ കേട്ടുന്നത് ലോകത്തിന് വലിയ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വലിയ നോബൽ ലോറേറ്റൊക്കെ ആണ്. അദ്ദേഹം അവിടെ എഴുതിക്കുന്ന തുമി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കുറിച്ച് തുമി തുമി എന്ന് പറയുന്നു. ആ തുമി ആരാണ്? എന്തിനാണ് പറയാത്തത്? ആ തുമി തുമി എന്ന് പറയുന്നത് ബംഗാളിയിലെ ആ തുമി ആരാണെന്ന് തുമി അറിയില്ല അയാൾക്ക് ഭഗവാൻ ആരാണെന്ന് അറിയില്ല. ചുമ്മാ ഗോഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയും ഭഗവാൻ ആരാണ്. ഭഗവാന്റെ പേര് ഇതാണ്, ഭഗവാന്റെ ഇരിക്കുന്ന സ്ഥലം ഇതാണ്, ഭഗവാന്റെ കോൺടാക്ട് നമ്പർ ഇതാണ്, എനിക്ക് എല്ലാം അറിയുന്നു. ഞാൻ പറഞ്ഞത് ആരാണ് ഭഗവാന്റെ. പ്രഭുപാദ് ഉലകത്തിന്റെ എല്ലാവർക്കും ഡോണ്ട് ബി ഡൗട്ട്ഫുൾ അബൌട്ട് ഹൂ ഈസ് ഗോഡ്. ഗോഡ് ഈസ് കൃഷ്ണ. പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ മത്തഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നില്ലേ? എന്തിനെ സ്വീകരിക്കുന്നില്ല? സോ ആ ഭഗവാനെ ഭജിക്കാനും പൂജിക്കാനും നമ്മുടെ കർത്തവ്യമാണ്. That is the first thing that should be stated in the Constitution. Be clear, God is an important factor of everybody's life. ഭഗവാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ല. യു ആർ എ നോബഡി. ഗോഡ് ഷുഡ് ബി ദ സെന്റർ ഓഫ് എവരിബഡി. അതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഗൾഫ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവർ ദേ വിൽ മേക്ക് ഗോഡ് ദ സെന്റർ ഓഫ് ദ. കുഴപ്പമില്ല, ദേ മുസ്ലിം ക്രിസ്ത്യൻ ഡസ് നോട്ട് മാറ്റർ. ദേ ഓപ്പൺലി സേ ഇത് റിലീജിയസ് കൺട്രിയാണ്, ഞങ്ങൾ മുസൽമാൻ. We pray to God. They don't say they are secular. I like that very much. 5 പ്രാവശ്യം നമാസ് കമ്പൾസറി, ബെല്ലടിക്കും, എല്ലാവരും പോകും. ബ്യൂട്ടിഫുൾ ആണ്. ഐ ലൈക്ക് ദാറ്റ് വെരി മച്ച്. എല്ലാവരും കമ്പൾസറി 5 times you should do നമാസ്.
ഞങ്ങൾ സെക്യുലർ റിപ്പബ്ലിക് ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഭഗവാനെ സ്വീകരിച്ചു. അല്ല ഇൻഷാ അല്ലാഹ് എന്ന് പറയും. എപ്പോൾ സംസാരിച്ചെങ്കിലും ഇത് നടക്കണ്ടാവും ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നടക്കട്ടെ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ പീപ്പിൾ ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. പീപ്പിൾ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. People don't think like that in spite of such wonderful philosophy of this. അപ്പോൾ സാധു എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ദർശിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്, വളരെ നാച്ചുറലാണ്. ഇതെന്തിനാ സ്വീകരിക്കുന്നില്ല? സോ don't become a bogus sadhu, become real sadhu. Simply become devotee of Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. നമ്മൾ ജപിച്ച ഹരിനാമ സങ്കീർത്തനം ചെയ്ത ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിന് വളരെ എളുപ്പമായിട്ട് ശുദ്ധമായിട്ടുള്ള ഒറിജിനൽ പ്രോപ്പർ നാച്ചുറൽ സാധുവാകും. അതാണ് നമ്മുടെ മെയിൻ എയിം. ഓം തത് സത്. ഹരേ കൃഷ്ണ. ബിക്കം സാധു, ഡോണ്ട് ബിക്കം ബുദ്ധു. എനി ക്വസ്റ്റ്യൻ? ചോദ്യങ്ങൾ? എനിക്ക് അറിഞ്ഞ മലയാളത്തിൽ ഞാൻ പറഞ്ഞു സംസാരിച്ചു. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ എനി എറർസ്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന ആളെ താല്പര്യം. യെസ്, എനി ക്വസ്റ്റ്യൻ, എനി കമൻറ്റ്? ഈ ഫാൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. ബഹളം. ക്ഷമ. അപ്പോൾ ചിലപ്പോൾ കൃഷ്ണനാണ് എല്ലാ കാര്യവും ഡിസൈഡ്. ഒരു കാര്യം നടക്കണമെന്നുള്ള അതും പറയും. ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. ചില സാഹചര്യത്തിൽ നമ്മൾ അത് എന്തെങ്കിലും ഭഗവത് സേവനത്തിൽ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോളറേറ്റ് ചെയ്യണോ? ബിക്കോസ് കൃഷ്ണൻ്റെ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇവിടെ ആർഗ്യൂ ചെയ്തിട്ട് ആ കാര്യം നടത്തിക്കണം. അതിന് നിങ്ങൾക്ക് വിവരം നന്നായിട്ട് അറിയണം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ല, വിവരമില്ല, എങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ കർത്തവ്യത്തെ തെറ്റിച്ചിട്ട് അങ്ങോട്ട് പോകാം. യു ക്യാൻ ബിക്കം എ ഷ്ലക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ. സ്ലോലി ഗിവ് അപ്പ് യുവർ ഡ്യൂട്ടി. But it is your duty to find out details, analyze properly, and give the proper judgment. If you are a leader, നിങ്ങളൊരു ലീഡറാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ലീഡർ ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് ടു സേ എല്ലാം ഭഗവാന്റെ ഇതാണെന്ന്. അത് എനിക്ക് അറിയും, ഭഗവാനെ അറിയും. പക്ഷെ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾ ചെയ്യണം. ഡോണ്ട് തിങ്ക് that you can give up your duty on the basis of saying everything is Krishna will look after. കൃഷ്ണ ഒരു ഡസ്റ്റ്ബിൻ അല്ല. നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടോ അതെല്ലാം അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല നോക്കേണ്ടത്. യു ഡു യുവർ ഡ്യൂട്ടി. പിന്നെ ഭഗവാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളുടെ വഴിയായിട്ട് ഭഗവാൻ നിങ്ങളൊരു നിമിത്തമാത്രം ഭവസഭ്യസാച്ചെന്ന് പറയുന്നത് എന്താ? ഞാനൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നിന്നാൽ മതി. ഭഗവാൻ വിൽ മേക്ക് യൂസ് ആസ് ഇൻസ്ട്രുമെന്റ്. നോ, നിങ്ങൾ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് മച്ചിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം. വാട്ട് ഇസ് ദാറ്റ്? അനദർ ശ്ലോക. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അതചേത്വം അഹങ്കാരാൻ നശ്രോഷ്യസി വിനക്ഷ്യസി. ഭഗവാൻ പറയുന്നത് എല്ലാ മച്ചിത്ത സർവദുർഗാണി, വിധവിധമായിട്ടുള്ള ചാലഞ്ചസും ഒക്കെ വരുന്നുണ്ടല്ലേ, അതെല്ലാം എന്നെ വിചാരിച്ചുകൊണ്ട് എൻ്റെ ബോധത്തിൽ കൃഷ്ണ കോൺഷ്യസ്നസ്സിൽ നിങ്ങൾ അതെല്ലാം കാര്യങ്ങൾ നോക്കിയെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു ടു ക്രോസ് ഓവർ. മത്പ്രസാദാത് തരിഷ്യസി. എൻ്റെ മർസി, എൻ്റെ പ്രസാദം, എൻ്റെ അനുഗ്രഹം കിട്ടുകൊണ്ട് നിങ്ങൾ യു വിൽ ബി ഏബിൾ ടു ക്രോസ് ദാറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. ഭഗവാനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കണം. നമ്മുടെ പൂർവിക ആചാര്യകളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾ ഉദാഹരണം എടുത്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ ധ്യാനത്തിൽ നമ്മൾ ഭഗവാനിൻ്റെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ കോൺഷ്യസ്നസ് നമുക്ക് ചെയ്താൽ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യും.
അതല്ലേ ഭഗവത്ഗീത പറയുന്നത്. ഭഗവാൻ എന്തിനാ അർജുനടുത്ത് പറയുന്നത്, എൻ്റെ ഡ്യൂട്ടി ക്ഷത്രിയനായിട്ട് നീ ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പോവാം. അതല്ലേ ക്ഷത്രിയനായിട്ട് അർജുനൻ അത് ത്യജിച്ച് ഞാൻ പോകുമെന്ന് പറഞ്ഞല്ലേ. ഈസ് ട്രൈങ് ടു ലീവ് ദ പ്ലേസ്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞു, നോ, നീ ക്ഷത്രിയനായിട്ട് നിന്റെ ഡ്യൂട്ടി നീ ചെയ്യും. സ്വേ സ്വേ കർമ്മണ്യവിരത സംസിദ്ധിം ലഭതേ നര. നിന്റെ ഡ്യൂട്ടി നീ ചെയ്യും. അത് വെച്ചുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ശരിയാക്കണം. ഐ എം യൂസിങ് യു ആസ് എ ഇൻസ്ട്രുമെൻറ്റ്. സോ ബിക്കം ഭഗവാൻസ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭഗവാനുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ്. സോ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ വിചാരിക്കും അത് എൻ്റെ ഡിസിഷനാണ്, എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് തെറ്റാണ് ഒരു ഡിവോട്ടിൻ്റെ ലൈഫിൽ. എനിക്ക് ഇങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഞാൻ ഹരിനാമമൊക്കെ ജയിക്കുന്നത്, ഭാഗവതമൊക്കെ വായിക്കുന്നത്, സർവീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇച്ഛ, ഒരു ഡിസൈർ ഉണ്ട്. ഭഗവാനെ ആ പ്രേരണം, ആ ഇൻസ്പിറേഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പരമാത്മാവായിട്ട് നിങ്ങൾക്ക് അത് പറയും. ഈ സെയിം ദാറ്റ് ഇൻ ഭഗവത്ഗീത. സർവസ്യ ചാഹം ഹരിസന്നിഷ്ടോ മത്തസ്മൃത്യാനം അപോപനം ച. ഒരു ഭക്തരുടെ ജീവിതം അങ്ങനെയാണ്. ഇറ്റ് ഇസ് ടൈഡ് അപ്പ് വെരി ക്ലോസ്ലി വിത്ത് കൃഷ്ണ, പ്ലീസിങ് കൃഷ്ണ, going as per Krishna's instructions and doing. ചിലപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ അത് മുകളിലോട്ട് ഗുരു പരമ്പരയിൽ ഭഗവാന്റെ ഇച്ഛയാണെന്ന് പറഞ്ഞു വരുന്നില്ലേ, നമ്മളിത് ചെയ്യും. ദാറ്റ്സ് ഓക്കെ. ഐ മേ നോട്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ഡിസ്ലൈക്ക് എല്ലാം ഡിവോഷൻ സർവീസിൽ മെൻ്റൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ യു മസ്റ്റ് ഫോളോ കൃഷ്ണാസ് ഇൻസ്ട്രക്ഷൻസ്, അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡു. ദെൻ യു ആർ ആക്ടിങ് ആസ് ഇൻസ്ട്രുമെൻറ്റ്. പ്രഭുപാദ് പറഞ്ഞു, അർജുനന് ഇഷ്ടപ്പെടാത്ത ഒരു സർവീസ് അർജുനൻ ചെയ്തു. ഞാൻ പോകുന്നില്ല പറഞ്ഞു, പക്ഷേ കൃഷ്ണൻ ജയിച്ചു. സോ പ്രഭുപാദ് സെഡ് വെരി ഓസ്റ്റിയർ. അത് എന്ത് സേവയായിരുന്നു? നമ്മുടെ റിലേറ്റീവ്സിനാണ് കുത്തിക്കൊണ്ട് വലിയ യുദ്ധത്തിൽ. നോട്ട് ഈസി ടു ഡു. വെരി ഡിഫിക്കൽട്ട്. അർജുന വാണ്ട് ടു റൺ അവേ ഫ്രം ദിസ്, ബട്ട് കൃഷ്ണൻ കൺവിൻസ് ചെയ്തു ചെയ്യുന്നു. നിമിത്ത മാത്രം പോലെ ബാക്കിയുള്ള കരുതുന്ന നോക്കിക്കോളാം. ഐ എം യൂസിങ് യു ആസ് ഇൻസ്ട്രുമെൻറ്റ് ടു കിൽ ദ്രോണാചാര്യ. നീയാണ് ഭീഷ്മ എന്ന് പറയുന്നത്. അങ്ങനെ പോലെ ഒരു വലിയ എന്ത് പറയാം ചുമ ഡിവോഷൻ സർവീസിലായിരുന്നു. അപ്പോൾ സി ദാറ്റ് മഹാഭാരതത്തിലെല്ലാം ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഭാഗവതം വായിച്ചെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഹൗ ഹി വാസ് ഫീലിംഗ് വെരി മച്ച്. കൃഷ്ണൻ അടുത്ത് തന്നെ നിന്നുകൊണ്ടിരുന്നു. കൃഷ്ണനെ മനസ്സിലായി ഇയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ കൊടുത്ത സർവീസ് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് എൻ്റെ മുത്തച്ഛന, എൻ്റെ ഭീഷ്മന എനിക്ക് പലതും പറഞ്ഞു കൊടുത്തത് ആരോസ് വെർ നോട്ട് ഗോയിങ് പ്രോപ്പർലി. പിന്നെ ഭീഷ്മ ഇത് എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായി ഇയാൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് ഭീഷ്മയുടെ ഈ സ്റ്റാർട്ടഡ് ഷൂട്ടിങ് നത്തിങ്. പിന്നെ ഭഗവാന്റെ ദേഷ്യം വന്നു, ഇയാൾ ശരിയായിട്ട് ചെയ്യുന്നില്ല. അയാൾ ഹി ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ദ ആരോസ് ഓൺ ഹിം. ഭഗവാൻ കൃഷ്ണ അർജുനൻ ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെല്ലുവിളികൾ എൻ്റെ മുകളിൽ എടുത്തു. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഭീഷ്മൻ ഇത് അറിയും, കൃഷ്ണ ഈസ് സപ്പോർട്ടിങ് അർജുന, ഈസ് പ്രൊട്ടക്ടിങ് അർജുന. അത് വീണ്ടും ഭീഷ്മസ്തുതിയിൽ പറയുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ശ്ലോക. ഹൗ ഹി വാസ് ഫീൽഡിങ് മൈ ആരോസ് ആൻഡ് പ്രൊട്ടക്ടിങ് അർജുന. അപ്പോൾ ഇതെല്ലാം നാച്ചുറലായിട്ടൊരു ഇമോഷനാണ്. Right? So he was doing duty with great difficulty. അർജുന വളരെ ഈസി ആയിട്ട് കൃഷ്ണൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഫ്രണ്ടാ, ഭഗവാൻ എൻ്റെ ഫ്രണ്ടാണ്, പിന്നെ എന്താ ആവശ്യം എന്ന് പറഞ്ഞിട്ട് കൂളായിട്ടല്ല ചെയ്തത്. റിയലിസ്റ്റിക് ആയിട്ട് നോക്കിയാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഡു ദാറ്റ് സേവ. പക്ഷെ അയാൾ ചെയ്തു, അദ്ദേഹം ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ വിക്ടറി. അപ്പോൾ പല സമയത്തിലും നമുക്ക് നമ്മുടെ അതോറിറ്റീസ് പറയുന്നത് I don't like to do. Then you will become like Arjuna saying, I don't like to fight this war. You must do because it is the order of Krishna. Prabhupada Chedu, he went across the ocean preaching in America, order of my Guru. I was going to. അങ്ങനെ ചെയ്താൽ ഒരിക്കലും തെറ്റുകയില്ല. But if you think, I don't like, I want to do like this, you may be wrong.
Right? Yeah. Any other question? Comment? Maharaj, Yeah. doubt. Yeah. Uruki 6680. Sarvadharman Parityajya Mayakam Sharanam Vraja. Bhagwan Sarvabhavibhyo Mokshishyami. What is the explanation of dharmas? Relinquish all dharmas and shastras. അവരുടെ ട്രാൻസ്ലേഷൻ പ്രഭുപാദ് പറഞ്ഞെങ്കിൽ മതങ്ങൾ, റിലിജിയൻസ്. വേദങ്ങൾ ഉദ്ദേശിച്ചുകൊള്ളുന്നില്ല. എന്ത്? അല്ല, ആണെന്ന് ചോദിക്കുകയാണ്, സംശയം. ഇല്ല, മനസ്സിലായില്ല. Relinquish all dharmas means what is Dharma means varnashrama dharma. Dharma means different type of religion that make you follow varnashrama dharma. Religion is about varnashrama dharma, rules and regulations for all types of positions you have in society. ഒരു അച്ഛനായിട്ട്, ഒരു പുരുഷനായിട്ട്, ഒരു സ്ത്രീയായിട്ട്, ഒരു മകനായിട്ട്, ഒരു മകളായിട്ട്, ഒരു ദേശത്തിൻ്റെ ഒരു സിറ്റിസണായിട്ട്, എല്ലാം ഡ്യൂട്ടീസാണ്. ഒരു രാജാവായിട്ട് എല്ലാം ഒരു അദ്ദേഹത്തിന് ആ സ്ഥലത്തിലിരിക്കുന്ന ഒരു വ്യക്തിന് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ആ ഡ്യൂട്ടീസ് അനുസരിച്ചിട്ട് അയാൾ ജീവിക്കണം. അതാണ് വർണ്ണാശ്രമ ധർമ്മ. ദാറ്റ് വിൽ ലീഡ് യു ടു ഭഗവാൻ. അത് ചെയ്താൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് ഭഗവാൻ എത്തുക. അതാണ് ധർമ്മ. അങ്ങനെ പോലെയുള്ള ധർമ്മങ്ങളെല്ലാം ത്യജിക്കും. സർവധർമാൻ പരിത്യാജ്യ മാമേക്കം ശരണം വ്രജ എന്ന് പറഞ്ഞാൽ ആ ധർമ്മങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് കിട്ടണം. ലവ് ഓഫ് ഗോഡ്, ഭഗവാനുടെ പ്രേമം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ആ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഭഗവാന് കിട്ടുന്നെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ത്യജിക്കും. ഡയറക്ട്ലി കം ടു മീ, ടു ഭക്തി. ആ ധർമ്മങ്ങളില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഭക്തി സ്റ്റാൻഡ് അലോൺ, does not depend on dharma. The purpose of dharma is bhakti, and bhakti yoga stand alone on its own. That is real dharma. Savai pumsam paro dharmo yato bhakti radhokshaje ahituki apratihata yatma suprasiddhati. So purpose of dharma, ധർമ്മത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രേമം നമുക്ക് കിട്ടണം. അത് ധർമ്മം അനുസരിച്ചിട്ട് നമുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ ധർമ്മം ത്യാഗം ചെയ്യും. മെയിനായിട്ട് ഡയറക്റ്റായിട്ട് എൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഭക്തി യോഗത്തിൽ മന്മനാഭവ മത്ഭക്തോ മത്യാജി മാം നമസ്കുരു അത് ചെയ്യും. ഡയറക്റ്റായിട്ട് എൻ്റെ കൂടെ വരും. അതെൻ്റെ വാല്യൂ ആൻഡ് ഗോൾ ഓഫ് ലൈഫ്. അത് ഡയറക്റ്റായിട്ട് കിട്ടട്ടെ. ദാറ്റ്സ് വാട്ട് ഈസ് ടെല്ലിംഗ്. ഷോർട്ട് കട്ട്. ഡയറക്റ്റ്ലി ഡു ഭക്തി. ഇത് വിധമായിട്ടുള്ള ഇൻഡയറക്റ്റായിട്ട് ധർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് എന്നെ കിട്ടിയാൽ മതി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ. ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് കൃഷ്ണ. ഉത്തമമായിട്ടുള്ള ധർമ്മമാണ്. ദാറ്റ്സ് മീ. സോ നോ പോയിന്റ് ഫോളോയിങ് ഹിന്ദു ധർമ്മ, ക്രിസ്ത്യൻ ധർമ്മ, മുസ്ലിം ധർമ്മ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു ബിക്കം സാധു ഡിവോട്ടി ഓഫ് കൃഷ്ണ. അത് ത്യജിക്കുന്നത് ബെറ്റർ. ഡയറക്ട്ലി ജോയിൻ ദ ഹരേ കൃഷ്ണ പ്രസ്ഥാനം and start chanting and serving Krishna. That's what you have done. Thank you. Congratulations. Om Tat Sat.